അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടും. ബാബുസേട്ടൊക്കെ ഉണ്ടല്ലോ. കണ്ണാ ഇവിടെ കൊറേ നേരമായിട്ട് വന്നിട്ട് കണ്ണാപ്പിടെ ഇതിനകത്ത് ബാബു 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 സൈറ്റ് വന്ന് ബാബു സൈറ്റ് കണ്ണാപ്പി പറ എഴുന്നേറ്റ് തൊഴാന്ന്. ചോദിച്ചു. മതി, നീ ലൈവില് തൊഴുതാ മതി. ലൈവ് കഴിഞ്ഞിട്ട് എപ്പോഴും വിളിക്കുന്ന പോലെ അച്ഛന്ന് വിളിച്ചാൽ മതി. അതുകൊണ്ട് അത് സീനൊന്നുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ ബാബുശേട്ട്, നീ ഒന്നും പറയണേ. കൊറേ നേരമായാലും ബാബുശേട്ട് ലൈവ് തുടങ്ങിട്ട് പോയല്ലേ? 1 മണിക്കൂറോളം ആയല്ലോ ലൈവ് തുടങ്ങിട്ട്. എന്തായാലും ഇത്ര സംസാരിക്കാൻ? ഒത്തിരി നാളായല്ല നമ്മളെ പിള്ളേരെയൊക്കെ കണ്ട് സംസാരിച്ചിട്ടൊക്കെ. നീ എന്നെ ബോബോ വിളിച്ചേട്ടോ ബാബുശേട്ട്. എന്നെ വിളിച്ച് ഞാൻ എടുത്തില്ലല്ലോ. ബാബുശേട്ട് എന്താ സൂപ്പർ ഫാൻസ് ഇടാത്ത? സൂപ്പർ ചാറ്റ് മാത്രമേ മേടിക്കുന്നുള്ളൂ. നമ്മളെ പറ്റിക്കുവാണ്, നമ്മളെ സ്കാമില്ലെന്നൊക്കെ പറഞ്ഞു തുടങ്ങി പോകും. നോക്ക്, സൂപ്പർ ഫാൻ ഓൺ ആക്കിയിട്ട് 5000, 7000, 10000 എത്ര വെച്ച് അയക്കണം നോക്ക്. എന്റെ ലൈവ് എടുത്ത് നോക്കാൻ പറ അവന്റെ അടുത്ത്. എനിക്കറിയൂടാ ബാബുശേട്ട്. നീ എന്റെ സ്ക്രീൻ എടുത്ത് നോക്ക് കണ്ണാപ്പി. വീണ്ടും താങ്ക് യു സോ മച്ച് ഫോർ ദ സൂപ്പർ ചാറ്റ്. ഏതെങ്ങനെയുണ്ട് നബി? Thank you so much, bro. Thank you so much for the 100 rupees super fan chat. ശരത്തേട്ടാ നമ്മളിവിടെ കാശ് വെച്ചുള്ള ചീട്ടുകളിലാണ്. കാശ് എടുത്ത് എവിടെ കളിക്കുന്നത്? നീ കാണാൻ പറ്റുന്ന ഇതൊന്നും പറയാതെ ഇനി അവന്മാര് കട്ട് ചെയ്ത് ഇതൊക്കെ എടുത്തിട്ട് ആർക്കെങ്കിലും ലൈവ് അല്ലേ? അപ്പൊ പിന്നെ കാശ് വെച്ച് എങ്ങനെ കളിക്കും? അങ്ങനെ ഓക്കെ. എടാ ഇത് എന്തോ ആടാ, എനിക്ക് ഇറിറ്റേറ്റ് ആവുന്നു. അതെ, ഏവൽ ഇപ്പൊ ജയിക്കുക കറക്കി വിടണേ. ഞാൻ താഴെ പോയി TV വേഴ്സസ് MRC എന്തോ വിഷയം ഉണ്ടായിന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിട്ട് വരട്ടെ. ഞാൻ ഇപ്പഴറിയുന്നത്. എത്ര നാളാണ് വീഡിയോ ഇറങ്ങിട്ട്? 2 മാസമായി കാണാം മാക്സിമം. അതൊക്കെ കണ്ടിട്ട് വീണ്ടും ഇരുന്ന് റിയാക്ഷൻ. ഒറ്റ കാര്യം, ശരത്തേടനാണ് സത്യം. ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല. അപ്പൊ ഉറപ്പാണ്. അതെന്താ ചേട്ടൻ ചത്തു പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? എനിക്കറിഞ്ഞൂടാ. ശരത്തേടനാണ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ണാപ്പിയെ കൊണ്ട് ഇതിലാണ് ഇടൂല. നല്ല ഇല്ല ഗൈസ്, ഞാനത് ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. അത് ശരത്തേടനെ ബാധിക്കാൻ ചാൻസ് ഉണ്ടോ? അത് ചോദിച്ചു നോക്കോ ചേട്ടാ. ശരത്തേട്ടാ പിന്നെ ഞാൻ കളിച്ചോണ്ടിരിക്കുവല്ലോടാ. എന്റെ ബെറ്റ് പോയിന്റ്സ് ബെറ്റ് ചെയ്ത് വെച്ചേക്കുമല്ലോ. എന്തൊക്കെയാ പറയുന്നത്? അങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണോ? ഇവരെ പിടിച്ച് വേറെ വീസിയിട്ട കളി പോവോ? എല്ലാരും ഓരോ വീസിയിൽ ഇട്ട് കൊടുക്കാം. എല്ലാരും ഓരോ വീസി ഇരുന്ന് കളിക്കും. പടാ വല്ലാത്തൊരു സുഖം തന്നെ കേട്ടോ, വല്ലാത്തൊരു സുഖം കേട്ടോ. കളിച്ചോണ്ടിരുന്ന് എല്ലാരും പിടിച്ച് ഓരോ വീസിയിലോട്ടൊക്കെ തള്ളിക്കൊടുത്ത് എല്ലാരും പോയി. ഇതൊക്കെയാണ് രസം. ബുള്ളോഫ് കളിക്കല്ലേ ആവശ്യം? അതെന്താ ഗൈസ്, എനിക്ക് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ഒന്നും അറിഞ്ഞൂടാ. അപ്പോൾ ആരെയും മറ്റേ ടോപ്പിക്ക് അത് തോന്നുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എനിക്ക് അറിയത്തില്ല, അറിയാൻ മേലാത്തോണ്ട് പറയുക. കലിപ്പായ അവിടെ ചേട്ടാ ബെറ്റ് കഴിഞ്ഞായിരുന്നോ? ഹലോ എടാ ഇതിനകത്ത് ഇനിയിപ്പോ വേറെ ഒന്നും ഇല്ലല്ലേ? ഹിസ്റ്ററി ഒന്നും കാണിക്കില്ല. ഇല്ല, സേഫ്. ഓക്കെ. ഏത് ചാനൽ? ആര് ചാനൽ ഇരിക്കുന്നത്? ഈഗിൾ ബ്രോ ആണോ ഇട്ടിരിക്കുന്നത്? സ്പീഡി ടൈപ്പ് ആയിരിക്കും. വേറെ വല്ല സജഷനിൽ വരും. ഈഗിൾ ഗെയിമിംഗ്. ഓ ജസ്റ്റ് ഓക്കെ. ഇതാണ് എലക്ഷൻ റിസൾട്ട്. കൊണ വിത്ത് ഡ്രൈവിംഗ്. എവിടെ? നായാട്ടല്ലേ?
ഇത് ഞാൻ കുറച്ച് കണ്ടായിരുന്നടാ, ഫുള്ള് കണ്ടില്ലടാ. ശരത്തേട്ടന് വല്ലതും പറ്റുമോ? ഇവിടെ ഇത് ഞാൻ കുറച്ച് കണ്ടായിരുന്നു കേട്ടോ, ഫുള്ള് കണ്ടില്ല. എന്തായാലും ഞാൻ പ്രീമിയർ എടുത്ത് കഴിഞ്ഞ ഉടനെ ജസ്റ്റ് അവിടെ നിന്ന് ഇവിടുന്ന് കണ്ടു. ഫുള്ള് എന്തായാലും ഞാൻ കണ്ടില്ല, അത് ഉറപ്പാ. എന്തായാലും ഫുള്ള് കണ്ടാലല്ലേ സ്ട്രൈക്ക് കിട്ടുമോ? മുള്ളോപ്പിയോ? അപ്പൊ മുള്ളോപ്പി MRCയിലുള്ളതല്ലേ? പിന്നെന്തിനാ നിങ്ങൾ പറഞ്ഞേ റീവാച്ചോ? എടാ ഞാൻ കണ്ടിട്ടില്ലടാ അങ്ങനെ. ആരായച്ചേ? അയ്യോ എടാ വലുതായിട്ടൊന്നും പറ്റത്തില്ലടാ. പകുതിയെ കണ്ടോളൂ, പകുതിയോ? അയ്യോ. സൂപ്പർ ഫാൻ അക്കൗണ്ട് താരം സൂപ്പർ ഫാൻ ചാറ്റ്. താങ്ക് യു സോ മച്ച് 100 rupees സൂപ്പർ ചാറ്റ്. രാഹുൽ കൃഷ്ണ താങ്ക് യു സോ മച്ച് 50 rupees സൂപ്പർ ചാറ്റ്. എടാ ചർത്തേട്ടൻ പാവാ, കള്ളൻ. സ്ട്രൈക്ക് തരി MRC സ്ട്രൈക്ക് കിട്ടോ? ഇത് ആരോടെ ചോദിക്കാൻ പറ്റുക? എടാ ഇനിയിപ്പോ ആറ്റുന്ന സരക്കണമെന്ന് സരക്കണന്റെ ചോദിച്ച സരക്കണ്ണ അറിയായിരിക്കോ? നമ്മളൊരൊറ്റയ്ക്കൊരു VC ഇരുന്നിട്ട് നമ്മളടുത്ത് ആരും മിണ്ടിയില്ല അണ്ണാ. അല്ലടാ, ഒരു അത്യാവശ്യ കാര്യം ജോക്കിനെ അറിയിക്കണ്ടായിരുന്നു. ഒരു മരണക്കുറി അടിക്കുന്ന കാര്യം പറയാൻ പോയത് ജോക്കിയുടെ അതായിട്ടൊന്ന് അറിയിച്ചു കൊടുത്തിട്ട് വന്നതാ. ആണ് ഞാൻ എന്ത് പറഞ്ഞോടാ? പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാര്യം. ഞാൻ പകുതിയെ കണ്ടോളൂ, അപ്പൊ ബുദ്ധിമുട്ടുണ്ടാവോ? ഇങ്ങനെയല്ല, പാതി ജീവനേ പോളൂ, കുഴപ്പമില്ല. അരക്ക് താഴോട്ടാണ് പ്രശ്നം എന്നാണ് പറഞ്ഞത്. ശരത്തേട്ടൻ അരക്ക് മേലോട്ടില്ലെങ്കിലും കുഴപ്പമില്ല, താഴോട്ടാ. ഞാൻ ചോദിച്ചിട്ട് വരാം. അനുഭവിക്കോടാ, ഇതിനൊക്കെ അനുഭവിക്കോടാ ഏബലെ നീ. എന്റെ ഇല്ല ഇത് എന്റെ ഉള്ളത് ഇട്ട് കഴിഞ്ഞാ ശരത്തേട്ടാ ഈ അനുഭവിക്കുന്ന കേസ് പറഞ്ഞപ്പോഴാണ് ഏട്ടാ ഈ അരക്ക് താഴോട്ടാണ് പ്രശ്നം എന്നാണ് പറഞ്ഞത്. പകുതി പോകുന്നാണ് പറഞ്ഞത്. ഈ വീഡിയോ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ ബാബുശ്ശേരി ഇട്ടാണല്ലോ. ശരത്തേട്ടാ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് ലൈവ് പ്ലേ ആക്കിയപ്പോ മുക്കാലില് പ്ലേ അതല്ല ഗ്രൂപ്പിൽ വെച്ചിട്ട് ഫസ്റ്റ് ബാബുശ്ശേട്ടാന്ന് ഗ്രൂപ്പിൽ വെച്ചിട്ട് അന്ന് നമ്മളെല്ലാരും കൂടെ ലൈവ് ഇരുന്നായിരുന്നു കണ്ടത്. ബാബുശ്ശേട്ടാണല്ലോ ഓഫ്ലൈൻ ആയിട്ട് കണ്ടിട്ട് കിടില വീഡിയോ. ശരത്തേട്ടാ പേടിക്കണ്ട, ഞാൻ കൈ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടാ സത്യട്ടെ. നീ നീന്തിക്കുള്ള എന്തുവാടാ ഞാൻ താഴെ പോണ്ടേ? ഇനി നീയും കൂടെ സത്യം ഒരു നീ മുടിപ്പിക്ക്. ഇല്ല കേട്ടോ കളിക്കണ്ട. ഞാനായിരുന്നു ഞാൻ കളിച്ചേക്കുന്ന അത്ര കളിച്ചിട്ടില്ല. സത്യം. അതുകൊണ്ട് അരക്ക് കീഴ്പോട്ട് തളരണ്ടെന്ന് പറയുന്നേ നമ്മള്. അതെ അതെ. ശരത്തെ ഇവനൊക്കെ എന്തറിയാം ശരത്തേട്ടനെ പറ്റി? എനിക്കറിയുന്ന പോലെ. ശരത്തേട്ടൻ സത്യമായിട്ട് സോറി കേട്ടാ. ബാബു ഓ എന്നാലും ഒരു സന്തോഷം ഇല്ലല്ലോടാ ജോക്കിക്ക്. ഞാൻ വന്നതിന്റെ ഒരു സന്തോഷക്കുറവുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞിരുന്നു കേട്ടാ. ഇത് കൊറേ നേരമായിട്ട് ഞാൻ ഇരിക്കുന്നുണ്ട്, കാല് വേദനിക്കുന്നു ഭയങ്കരമായിട്ട്. ആണോ? അന്ന് കാലിടിച്ചാണ് കാലുവേദന വരുമ്പോ സത്യം ചെയ്താണ് VC ഇരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. പിന്നെ VC ഇരിക്കാൻ പാടായിരിക്കും, PUBG കളിക്കാൻ പാടായിരിക്കും. ഭയങ്കര സീനത്. ഞാൻ ലൈവ് ഇടാത്തതിന്റെ മെയിൻ കാരണം കണ്ണാപ്പിയ ഗൈസ്. അവൻ പറഞ്ഞ് ഭവിഷ്യമായിട്ട് വരുന്നൊക്കെ കൊള്ളാം, 7 മണി 8 മണി 9 മണിക്ക് ലൈവ് ഇടാൻ പറ്റത്തില്ല, അതിന് ശേഷം വേണം ഇട്ടോളാൻ. ഒരു മര്യാദ വേണ്ടേ? ഞാൻ അപ്പൊ വിചാരിച്ച് ശരി കണ്ണാപ്പിയല്ലേ അവൻ പറയുന്ന, ആര് മൈൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴാണ് ഉച്ചയ്ക്ക് ശരത്തേട്ടൻ വിളിച്ചിട്ട് നീ എത്ര മണിക്കാ ലൈവ് ഇടാൻ പോകുന്നത്? ചന്ദ്രൻ നീ വരണ്ടടാ, നീ മുടിഞ്ഞു പോട്ടെന്ന് എന്റെ അടുത്ത് ചന്ദ്രൻ വിളിച്ചിട്ട് പറയാ. ഇതൊക്കെ കാരണം പിന്നെ എങ്ങനെ ലൈവ് ഇടാൻ തോന്നും ഗൈസ്? കളി കഴിഞ്ഞേ. എടാ പിന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സ്ട്രൈക്ക് കിട്ടോ? അതൊന്നും അല്ല സംഭവം, വേറെ ദിവസം പറഞ്ഞതാണ്. നീ എന്തിനു പറയുന്നത്? ഉള്ളൊപ്പിലെ ചാനലിലാണ് വീഡിയോ സ്ട്രൈക്കിന്റെ ഒക്കെ പറയുന്നത് ഇവിടെ. എനിക്ക് മനസ്സിലായില്ല. എടാ എന്താ അറിയോ, MRCയുടെ എന്തെങ്കിലും ഒരു ക്ലിപ്പിനകത്ത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി അവന്മാർ ചിലപ്പോ സ്ട്രൈക്ക് വരുമെന്നായിരിക്കും. അതെ, ഞാനും MRC തമ്മിൽ ഇപ്പൊ പ്രശ്നമില്ലല്ലോ. നാളെ തുടങ്ങാൻ പോകുന്നില്ലേ? സ്ലോട്ടിൽ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റിവിടോ അണ്ണാ? അതാ നല്ല സംഭവം. ഇവിടെ കറന്റ് നീ അറിയാത്ത കുറെ പ്രശ്നങ്ങളൊക്കെ നടപ്പുണ്ട് കേട്ടാ. നീ ഒന്നും അറിയാതെ
അതുകൊണ്ട് പ്രശ്നമുണ്ട് കഴിഞ്ഞ വേറെ ദിവസം MRC യിലെ ഒരു പയ്യൻ നമ്മുടെ ടിവിയിനകത്ത് ജുഗ്രുവിന് ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്ത് അത് ഞാൻ വായിച്ചായിരുന്നു എവിടെ സ്ട്രൈക്ക് കൊടുക്കുന്നത് അത് ഈ വീഡിയോ കണ്ടിട്ടാണോ എടാ പുണ്ടച്ചി അതല്ല. പിന്നെ അപ്പൊ ഇനി അത് വെച്ചിട്ട് അവര് നിന്നെ കളിയാക്കാൻ പറഞ്ഞാ സംഭവം മനസ്സിലായില്ലേ? ഓ അങ്ങനെ അടിക്കാൻ പറയടാ സ്ട്രൈക്ക് ആ അങ്ങനെ ഒരു ഫുണ്ട ഇപ്പൊ മനസ്സിലായടാ ഇപ്പൊ മനസ്സിലായി ചതിയന്മാരാണോ ചാറ്റിലുള്ള ഫുള്ള് ചതിയന്മാര്. അല്ലെങ്കിൽ തന്നെ എനിക്ക് പേടിയൊന്നുമില്ല. ചാനൽ പോയ പുതിയ ചാനൽ തുടങ്ങും എന്നിട്ട് നിങ്ങളെ കൊണ്ട് ഒന്നേന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് ഞാൻ റിവഞ്ച് എടുക്കും പറ്റിക്കുമ്പോ. ലൈവ് അല്ലടാ നിന്റെ ചാനലുള്ള കാര്യം ഇപ്പൊ ആൾക്കാർക്ക് ഓർമ്മയില്ലാത്തോണ്ട് കുഴപ്പമില്ല, അവര് പെട്ടെന്ന് കണ്ടുപിടിക്കൂല. സുന്ദരനായെന്ന് പറഞ്ഞേട്ടാണ്. അല്ല ബാബു പക്ഷെ ചിലര് പറഞ്ഞ സ്ലോട്ട് ഇല്ലാത്തോണ്ട് വലിയ സീനില്ലാത്ത ചോദിച്ചാലേ സ്ലോട്ടിലില്ലാന്ന് പറഞ്ഞാൽ മതി, അതുകൊണ്ട് കോപ്പിറൈറ്റ് കിട്ടൂലെന്ന്. ആണോ സ്ലോട്ട് വേണ്ടെന്ന് പറഞ്ഞതാണ്. ടി വിയിൽ അങ്ങനെ സ്ലോട്ട് വേണ്ടെന്ന് വെക്കാൻ കഴിവുള്ള ഒരൊറ്റ ആളേ ഉള്ളതാണ്. അത് എനിക്ക് മാത്രമേ ഉള്ളൂ അതിനുള്ള ധൈര്യം. കാരണം കഴിവില്ലാത്തതിന്റെ പേരിൽ ഒരു സ്ലോട്ട് സമയം കിട്ടാത്തതിന്റെ പേരിലാണ്. കഴിവിന്റെ പേരിലാണെങ്കിൽ ആണ് ഈ പണ്ട് ഈഗിൾ എന്നെ കൂടെ ശരത്തിന്റെ പേരിൽ തന്നെ അന്ന് സത്യം ഇട്ടത് എന്നെ ഒരിക്കലും സ്ലോട്ട് ചെയ്ത് മാറ്റൂലെന്ന്. ആണല്ലേ? ദേവയുടെ കാല് കൈയൊക്കെ പോടെ ചുമ്മാ അല്ലടാ. നിതിൻ സെബാസ്റ്റ്യൻ ബ്രോ താങ്ക് യു സോ മച്ച് 18 AED ബ്രോ താങ്ക് യു സോ മച്ച്. വിറ്റ്സ് എ ലോട്ട്. ഇപ്പൊ ഒരു വിളിയേക്കും സത്യം ഇവരെ വിളിച്ചിരിക്കുക അവിടെ ഇപ്പൊ. അപ്പൊ നായാട്ട് കാണാം. 3.5K വാച്ചിങ് അണ്ണാ, മറന്നില്ല അണ്ണാ പിള്ളേര്. ഓ ലൈക്ക് അടിച്ച 500 പേര് കൂടെ അടിച്ചോടാ. ലൈക്കിന്റെ കേസ് പറയുമ്പോഴാണ് കൈസ, ഞാൻ ലൈക്കിന്റെ കേസിൽ എനിക്ക് ഭയങ്കര റിവഞ്ച് എടുക്കുന്ന ഒരു മൈൻഡാണ് കേട്ടോ. എനിക്ക് പണ്ട് എനിക്ക് ഡിസ്ലൈക്ക് അടിച്ച ഒരാളുണ്ടായിരുന്നു കേസ്, അതറിയാം. ആ റിവഞ്ച് എടുത്ത കഥ നിങ്ങൾക്ക് അറിയാം കേസ്. പണ്ട് എൻ്റെ ഒരു മോഡറേറ്റർ, ഞാൻ മോഡറേറ്റർ ആക്കിയതാ, എൻ്റെ ഒരു 6-7 വീഡിയോക്ക് അങ്ങ് ഡിസ്ലൈക്ക് അടിച്ച് ആ മോഡറേറ്ററിന്റെ അക്കൗണ്ട് എന്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഞാൻ അത് ലൈക്ക് തിരിച്ചടിച്ച് എന്റെ ഭാര്യ തൗഫി. അല്ലല്ല തൗഫി എന്റെ ലൈവ് ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ട് എന്റെ ലൈവ് എല്ലാം ഡിസ്ലൈക്ക് അടിച്ച്. കല്യാണം കഴിച്ചിട്ട് ആ ഫോൺ വാങ്ങിച്ച് കാറി ഇരുന്നിട്ട് കല്യാണം കഴിച്ച് തിരിച്ച് കാറി വന്നപ്പോ ഞാൻ ലൈക്ക് അടിച്ച്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, എന്നാലും കാറി വരുമ്പോ അതൊക്കെയാണ് കേസ്. അങ്ങനെയൊക്കെ ഈഗോ അടിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടാവും. ഡിസ്ലൈക്ക് അടിച്ചതിന്റെ പേര് കല്യാണം കഴിപ്പിച്ച് ഡിസ്ലൈക്ക് അടിപ്പിച്ചോളൂ. അതല്ല ഓരോ ലൈവ് എടുത്ത് വെച്ചിട്ട് തിരിച്ച് ലൈക്ക് ആക്കി. അതൊക്കെ അത്രേ ഉള്ളു. ചോദിച്ചാ മതി, എടാ പരിചയമില്ലാത്തോട്ടാ അതൊക്കെ. എനിക്ക് പരിചയമൊക്കെ ഉണ്ട്. അത്ര മതി ഏട്ടാ. നമ്മൾ ഇനി മേലെ ഇതിന്റെ പേരിൽ ഇനി തൗഫീരുടെ അടുത്ത് ഈ കണ്ടന്റ് വെട്ടി അയക്കുവോ അല്ലെങ്കിൽ ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്യാനോ പാടില്ല കേട്ടോ. വലിയ കാര്യങ്ങളിലോട്ട് പോകണ്ട, അത് വലിയ പ്രശ്നങ്ങളിലോട്ട് വരും. സത്യം. ഓ അത്രേ ഉള്ളു. അൺഡിക്ലെയർഡ് കോ ലീഡർ. എടാ ഇപ്പൊ സിറ്റിയിൽ ഉണ്ടായിരുന്നെങ്കിലേ നമ്മള് കോ ലീഡർ ആയാലും, പക്ഷെ നമുക്ക് കോ ലീഡർ പദവി വേണ്ട. പക്ഷെ കോ ലീഡറിന്റെ പദവി, ആ പദവിക്ക് ഒരു വിലയില്ലാതായി പോകും. പിന്നെ അതെന്തിന് ഓൾറെഡി ഞാൻ ആ പദവി വേണ്ടെന്ന് വെച്ചതിന് ഓൾറെഡി ആ പദവിക്ക് വിലയില്ലാതാക്കാൻ വേണ്ടി അതിനകത്ത് ഒരുത്തമുണ്ട്. അതങ്ങനെ ആയി, ആ പദവിക്ക് ഒരു വിലയില്ലാതായി. ചന്ദ്രൻ മാത്രം. എന്താടാ പാവടാ, ചുമ്മാ നീ ഭയങ്കര ടാർഗറ്റിംഗ് ആണ് കേട്ടാ സാരക്കണ്ണ. ഞാൻ ഇല്ലാത്തപ്പോ 4 മാസം ബ്രേക്ക് എടുത്തിരുന്നപ്പോ വരെ ആ നാറി ഓരോ സിറ്റുവേഷനിലും എന്റെ പേരും പറഞ്ഞു ഒരു കാര്യമില്ലാതെ എന്നെ കുറ്റം പറഞ്ഞാണ് അവൻ. നീ വരുന്ന ഒരു വരവിലും നീ അവനിട്ട് കൊട്ടിയിട്ടല്ലേ പോണോ? ഒരു റീൽസ് ഉണ്ടാക്കിയിട്ടല്ലടാ പോണ. ലാസ്റ്റ് വന്ന കേട്ടോ അവന്റെ ബർത്ത്ഡേടാന്ന് ഒരു കണ്ടന്റ് ഉണ്ടാക്കി അവനെ മുട്ടിലിരുന്നതിന്റെ പേരിൽ റീൽസ് ഉണ്ടാക്കി പോയിട്ട് പിന്നെ അവനെ നിന്റെ നല്ല പറയണോ? രണ്ടാ നോക്കിയിട്ട് ഞാൻ റീൽ അവനെ കൊണ്ടിനെ കൊളാ പിടിച്ചു. നീ വീഡിയോ ആണ്. ഓ അണ്ണ കണ്ടായിരുന്നോ? ഞാൻ കണ്ടു, ഞാൻ ലൈവ് റിയാക്ട് ചെയ്തതാ. നിന്നെ പോലെ റിയാക്ട് ചെയ്തില്ലെന്നല്ലേ. ഞാൻ കണ്ട വീഡിയോയുടെ ഷോട്ടക്സ് ഡയറക്റ്റ് മെസ്സേജ് പറയും, ഷോട്ടക്സ് വീഡിയോ കൊള്ളാടാന്ന് പറയാം കേട്ടോ. അല്ലതാ കണ്ട വീഡിയോ കള്ള സത്യം ഇടൂല മുണ്ടേ. ഇല്ല ഞാൻ അറിയാതെ കേട്ടോ. ശരിക്കും അത് അറിഞ്ഞിരുന്ന ഞാൻ ചന്ദ്രനെ കൊണ്ടല്ലേ സത്യം. കൊറേ സൂപ്പർ ഫാൻസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോടാ. അതാരാ വീണ്ടും വന്ന ഇപ്പോ? മീമി ബ്രോ എപ്പോഴാ സൂപ്പർ ഫാൻ ആയേ? അത് ഇതിൽ വന്നില്ലല്ലോ.
ഓ അപ്പൊ മീ ഐ ആം മീ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 2000 റുപ്പീസ്. അത് നമ്മുടെ വീവറോ വീവറോ താങ്ക് യു സോ മച്ച് ഫോർ ദ 2000 റുപ്പീസ്. അത് ഇതിൽ കാണിച്ചില്ലേ ബിലാൽ ബ്രോ? നോക്കണേ. കാണിച്ചു. ഓ അപ്പൊ അതിന് മുന്നേ ഇവിടെ വന്നതാണ് കേട്ടോ എനിക്ക്. മീ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 2000 റുപ്പീസ്. സൂപ്പർ ഫാൻ ചാറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മീ ബ്രോ. വിൻസ് എലോട്ട്. കൊറേ ആയി കേട്ടാ. സുബക്സിയ കമ്മിങ് സൂൺ. ആർ പി കയറി ബാബു. അതിന് ആർ പി കയറാതെ ഇവരെല്ലാരും ഇവിടെ ഇരിക്കുമ്പോ ഞാൻ എങ്ങനെ പോയി ആർ പി കയറുന്നത്? ഇവരൊക്കെ എന്ത് ചെയ്തോണ്ടിരിക്കുക ഇവിടെ ഇരുന്ന്? ബാബു എന്ന് ലൈവ് ആണോടാ? ലൈക്ക് എങ്ങനെയാണ് ലൈവിന്റെ ഒരു പാറ്റേൺ? അണ്ണാ ഇനിയിപ്പോ എന്തായാലും ഉടനെ ഉണ്ടാവും അണ്ണാ. ഈ മാസം കഴിഞ്ഞിട്ട് എന്തായാലും ഒരു ലൈവ് ഉണ്ടാവും. ഒരു ലൈവാ അല്ല ഞാൻ ഇടയ്ക്ക് വരുവാണ്. അതായത് ഉറക്കം കിട്ടി മാസം മറ്റേ $100 കംപ്ലീറ്റ് ചെയ്യാൻ വരുന്ന പോലെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 4 മാസം വന്നില്ല. 4 മാസമായിട്ട് ഒന്നും കിട്ടില്ല യൂട്യൂബിൽ നിന്ന്. അപ്പൊ യൂട്യൂബിന്റെ അടുത്ത് പറയാ അതിന് ഈ യൂട്യൂബ് ചാനൽ തിരിഞ്ഞു നോക്കിയാൽ എന്തെങ്കിലും തരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഇത് കുറച്ചാളുകൂടി ലൈവ് ആയിരുന്നു. പിന്നെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ്ലി പോകും. ചെറിയ കാരണമാണ്. ഇല്ല അതിന് ഇനി 1 മാസം കൂടെ ഉണ്ടാണ്. 1 മാസം കൂടെ ലൈവ് ആയിരുന്ന മോണിറ്റൈസേഷൻ എടുത്ത് കളയൂന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല. ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ചന്ദ്ര പോയാണ ഞാൻ വരുമ്പോ എന്താണ് ഇവൻ പോണത്? അവൻ ഇപ്പൊ PD ക്യാരക്ടർ എന്തിനാണ് കളിക്കുന്നത്. ഓ ഓ അങ്ങനെ ചന്ദ്ര PD RP ആയിരുന്നു കഴിഞ്ഞ ദിവസം. അതൊരു ബാൻ കിട്ടിയാണെന്ന് അറിയാൻ പോയ. സീനില്ല. നീ വീഡിയോ ഉണ്ടോ? വീഡിയോ ഓക്കെ ആണോ? വീഡിയോ ആണ്. ശരി ലൈവ് കാണാം. ലൈവ് കാണാം. ഓക്കെ ആണോ? സൂപ്പർ ഫാൻസ് വേറെ സ്ട്രീമേഴ്സ് ഗൈസ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാ ലൈക്ക് സ്ട്രീമേഴ്സും യൂസ് ചെയ്യാൻ പറ്റും. അവർക്ക് എല്ലാവർക്കും ഇതിന്റെ ബെനിഫിറ്റ് കിട്ടും. ലൈക്ക് വൺസ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇതിപ്പോ ബീറ്റേ കിടക്കുവാണ്. ഇപ്പൊ തന്നെ ഇതിൽ ബഗ് കാര്യങ്ങളൊക്കെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിന്റെ ഇപ്പൊ ഏകദേശം എല്ലാം ഫിക്സ്ഡ് ആണ്. ഇനി ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിൽ വരാൻ പോകുന്ന വേറൊരു എക്സ്ട്രാ ഫീച്ചർ ഞാൻ പറയാം ഗൈസ്. ഇനി വരുമ്പോൾ സമയത്ത് അതായത് ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ആലോചിച്ച് കണ്ടുപിടിച്ചതാണ് കേട്ടോ. പണിഷ്മെന്റ് RP PD അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അതാണല്ലേ. ഓക്കെ ഗൈസ് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ നമ്മുടെ ഈ മേലെ കാണിക്കുന്ന കോർണറിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് സൂപ്പർ ഫാൻസിൻ്റെ അകത്ത് കൂടെ നിങ്ങൾക്ക് ഒരാളുടെ ലൈവിൽ ഒരാളെ ബർത്ത്ഡേ വിഷ് ചെയ്യണം. ചിലപ്പോൾ ചില സൂപ്പർ ചാറ്റ്സ് ചെയ്യുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുക മാത്രമല്ലേ ഉള്ളൂ. ഇതിപ്പോൾ പറയുകയും ചെയ്യും. സ്ക്രീനിൽ ഒരു സൈഡിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ചെറിയ പടക്കമൊക്കെ പൊട്ടി കാണിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ഇന്ന ആളുടെ പേരിൽ. സോ നിങ്ങൾക്ക് ഒരാളുടെ ഇപ്പോൾ എൻ്റെ ലൈവ് ആണെന്ന് ഒരാൾക്ക് ഇഷ്ടമാണ്. സോ എൻ്റെ ലൈവിൽ കൂടെ അയാളുടെ ബർത്ത്ഡേ വിഷ് എഴുതി കാണിക്കുന്ന ഒരു അതിപ്പോൾ ഒരു സ്ട്രീമറിനെ അതിപ്പോൾ ചിലപ്പോൾ ഞാൻ വയ്ക്കുന്നത് 200 രൂപയാണെങ്കിൽ ഒരാൾക്ക് 150, 300, 400 എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വിഷ് ചെയ്യുന്നതിന് ഓരോ സ്ട്രീമറിൻ്റെ വാല്യൂ അനുസരിച്ച് അവർക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ ഇപ്പം നിങ്ങൾക്ക് പൈസ ഇല്ല, ഇപ്പോൾ ഒരാളത് പൈസ ഇല്ല പക്ഷെ നിങ്ങൾക്ക് ഇത് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ ക്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് സാധനങ്ങളുണ്ടാവും. അപ്പോൾ സോ ഇത് നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ഫ്യൂച്ചറിൽ ഇതിൽ ഉദ്ദേശിക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് സ്ട്രീമറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും കണക്ട് ചെയ്യാനും ഒരു സ്കോപ്പ് കൂടെ. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് റിപ്ലൈ ഇടണമെന്നില്ല. സോ ഇതിനകത്ത് വരുന്ന ആൾക്കാർക്ക് ഇതിൽ കൂടെ തന്നെ റിപ്ലൈയും കാര്യങ്ങളും സെറ്റ് ചെയ്യാനും അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ടാവും. നിങ്ങൾക്ക് ഒരുവിധം എങ്ങനെയാണോ അവർക്ക് ബെനിഫിറ്റ് ആവുന്നത് അതുപോലെ നിങ്ങൾക്കും തിരിച്ചൊരു ബെനിഫിറ്റ് ഉണ്ടാവുന്ന രീതിയിൽ. സോ അതാണ് പ്ലാൻ. കുറെ നേടുന്നുണ്ടല്ലോ. സൂപ്പർ ഫാൻ അക്കൗണ്ടിൽ നിന്ന് ആരോ 500 റുപ്പീസ് അയച്ചു. ലോഗിൻ ചെയ്ത് അയച്ച പേര് കാണിക്കും. ഒരു 1 വീക്ക് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഗസ്റ്റ് ലോഗിൻ വെച്ചിട്ട് പേര് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ തൽക്കാലം ഒന്ന് ലോഗിൻ ചെയ്യുക. കാരണം ലോഗിൻ ചെയ്യുന്നതുകൊണ്ട് വേറെ ഒന്നുമില്ല. ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ ഓതൻറ്റിക്കേഷൻ ആണ്. നിങ്ങൾക്ക് വേറെ അതിൽ നഷ്ടപ്പെടാനൊന്നും ഇല്ല. അതിൽ ഒന്നും പോകത്തൊന്നുമില്ല. ധൈര്യമായിട്ട് ലോഗിൻ ചെയ്തോ. ചാറ്റ് ചെയ്ത് പോയി അത്രയുള്ള സരക്കട ഉയർ. ആർ പി കയറുമോ ഇന്ന്? ആർ പി കയറുന്നില്ല എന്ന് വെച്ചാൽ RP ഇവരെല്ലാവരും കയറുന്നുണ്ടോ കയറാൻ കഴിച്ചു. ഇവർ ഇത്രയും പേര് ശരത്തേട്ടൻ, കണ്ണാപ്പി, ഇവ ചന്ദ്ര ഓൾറെഡി ഇല്ല. ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് ചെന്ന് RP കയറിയിട്ട് എന്തെങ്കിലും ഉണ്ടോ ചെയ്യാൻ? ഞാനെങ്കിൽ റിയാക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ RP വേണമെങ്കിൽ കുറച്ച് നേരം കയറാം. പക്ഷേ കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല. ഇല്ല ഒരു കാര്യം ചെയ്യും, നമുക്ക് എളുപ്പത്തിന് വേണ്ടി എലിയെ വിളിച്ച് കയറ്റാം. അതൊക്കെ ഒരു ഐഡിയ. കുറച്ച് നേരം കണ്ടന്റിലുള്ള എലി ആകുമ്പോഴത്തേക്ക് അറിഞ്ഞുകൊണ്ട് തരും കണ്ടന്റ്. ബാബു നീ എടുത്തോടാ. ഭയങ്കര സ്നേഹം, എന്നെ ഭയങ്കര കാര്യമാണ്.